സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റിയതിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ പാർലമെന്റിൽ കേരളം കേരളം എന്ന പാട്ടുപാടിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ശക്തമായ പ്രതികരണവുമായി കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി. ഗാനരചയിതാവായ തന്റെ പേര് പരാമർശിക്കാത്തതിൽ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഒരുപക്ഷെ തന്റെ പേര് കേന്ദ്രമന്ത്രിയുടെ നാവിന് വഴങ്ങിയില്ലായിരിക്കുമെന്ന് ശ്രീകുമാരൻ തമ്പി പരിഹസിച്ചു. ഒരു മഹാകവി എന്ന ലേബലിൽ എന്നെ ഒതുക്കി ഈ ഗാനവും വയലാർ എഴുതിയതെന്ന് ജനങ്ങൾ ധരിച്ചോട്ടെ എന്ന് ആ ശുദ്ധഹൃദയൻ വിചാരിച്ചു കാണും. ആരിൽ നിന്നും നന്ദി പ്രതീക്ഷിക്കേണ്ട എന്ന സത്യം തനിക്കറിയാമെന്നും ശ്രീകുമാരൻ തമ്പി പറയുന്നു. മോഹൻലാൽ നായകനായ തന്റെ ഹിറ്റ് ചിത്രം യുവജനോത്സവത്തിൽ അന്നുവരെ ചെറുവേഷങ്ങൾ ചെയ്ത സുരേഷ് ഗോപിക്ക് വില്ലൻ വേഷം നൽകിയത് ശ്രീകുമാരൻ തമ്പി ഓർമ്മിപ്പിച്ചു. താൻ തിരക്കഥ എഴുതിയ IV ശശി ചിത്രം അക്ഷരത്തെറ്റിൽ നായകനായി സുരേഷ് ഗോപിയെ നിർദ്ദേശിച്ചതും ശ്രീകുമാരൻ തമ്പി എടുത്തു പറഞ്ഞു. അന്ന് IV ശശിക്ക് മറ്റൊരു നടനെ നായകനാക്കണമെന്നായിരുന്നു താല്പര്യമെന്നും തന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ശശി സുരേഷ് ഗോപിയെ തന്നെ നായകനാക്കിയതെന്നും അക്ഷരത്തെറ്റ് റിലീസായ ദിവസം സുരേഷ് ഗോപിയുടെ അമ്മ കൊല്ലത്തെ ഒരു തിയേറ്ററിൽ സിനിമ കണ്ടതിനു ശേഷം എന്നെ ഫോണിൽ വിളിച്ച് ആ കുടുംബത്തിന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു, അദ്ദേഹം പറയുന്നു. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഇന്ന് പാർലമെന്റിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനിടയിൽ കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം എന്ന ഗാനം പാടി അഭിമാന പുളകിതനായി. MD വാസുദേവൻ നായർ, ജോൺസൺ, വയലാർ, G ദേവരാജൻ തുടങ്ങിയ മലയാളികളായ പ്രഗത്ഭരെ അനുസ്മരിച്ച് സാഹിത്യത്തിലും സംഗീതത്തിലുമുള്ള തന്റെ താല്പര്യം അദ്ദേഹം വെളിവാക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം പാടിയ കേരളം കേരളം എന്ന പാട്ടെഴുതിയ ശ്രീകുമാരൻ തമ്പി എന്ന അടിയന്റെ പേര് പറയാൻ തയ്യാറായില്ല. ഒരു പക്ഷേ എന്റെ പേര് അദ്ദേഹത്തിന്റെ നാവിന് വഴങ്ങിയില്ലായിരിക്കും. പകരം ഒരു മഹാകവി എന്ന ലേബലിൽ എന്നെ ഒതുക്കി. പാട്ടു പാടുന്നതിനു മുൻപ് വയലാർ, ദേവരാജൻ എന്നീ പേരുകൾ പറഞ്ഞതിൽ നിന്ന് ഈ ഗാനവും വയലാർ എഴുതിയതെന്ന് ജനങ്ങൾ ധരിച്ചോട്ടെ എന്ന് ആ ശുദ്ധഹൃദയൻ വിചാരിച്ചു കാണും. കേരളത്തെക്കുറിച്ചുള്ള ഒരു മികച്ച ഗാനമായി എല്ലാ മലയാളികളും അംഗീകരിച്ചിരിക്കുന്ന ഈ ഗാനത്തിന്റെ രചയിതാവായ എന്റെ പേര് ആ നല്ല അവസരത്തിൽ പറയാതിരിക്കാൻ സുരേഷ് ഗോപിക്ക് 2-3 കാരണങ്ങളുണ്ട്. മോഹൻലാലിനെ നായകനാക്കി ഞാൻ സ്വന്തമായി നിർമ്മിച്ചു സംവിധാനം ചെയ്ത യുവജനോത്സവം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ അതുവരെ ചെറിയ വേഷങ്ങളിൽ മാത്രം അഭിനയിച്ചിരുന്ന സുരേഷ് ഗോപിയെ ഞാൻ പ്രധാന വില്ലനാക്കി. നായകനാകാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും എഴുതി IV ശശി സംവിധാനം ചെയ്ത അക്ഷരത്തെറ്റ് എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയെ നായകനാക്കണമെന്ന് ഞാൻ നിർബന്ധമായി ശശിയോട് പറഞ്ഞു. സുരേഷ് ഗോപി ആദ്യമായി നായകനായി വന്നത് അക്ഷരത്തെറ്റ് എന്ന ചിത്രത്തിലാണ്. അന്ന് ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചു പ്രശസ്തനായ ഒരു യുവനായകനായിരുന്നു IV ശശിയുടെ മനസ്സിൽ. എന്നാൽ എന്റെ അഭ്യർത്ഥന മാനിച്ച് ശശി സുരേഷ് ഗോപിയെ തന്നെ നായകനാക്കി. അക്ഷരത്തെറ്റ് റിലീസായ ദിവസം സുരേഷ് ഗോപിയുടെ അമ്മ കൊല്ലത്തെ ഒരു തിയേറ്ററിൽ സിനിമ കണ്ടതിനു ശേഷം എന്നെ ഫോണിൽ വിളിച്ച് ആ കുടുംബത്തിന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു. ആരിൽ നിന്നും നന്ദി പ്രതീക്ഷിക്കേണ്ട എന്ന സത്യവും എനിക്കറിയാം. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഇതൊക്കെ മറന്നു കാണും. പക്ഷേ ഈ 86-ാം വയസ്സിലും എന്റെ ഓർമ്മശക്തിക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. എന്നേക്കാൾ വളരെ ചെറുപ്പമായ സുരേഷ് ഗോപി ഈ മറവി രോഗത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബന്ധുവാര് ശത്രുവാര് ബന്ധനത്തിൽ നോവറിയും കിളിമകളെ പറയും. ഇതും എന്റെ വരികളാണ്. എന്റെ പേര് പറയാതെ സുരേഷ് ഗോപി ഈ വരികളും ഇടയ്ക്ക് ഉദ്ധരിക്കുന്നത് നല്ലതാണ്, ശ്രീകുമാരൻ തമ്പി ഫേസ്ബുക്കിൽ കുറിച്ചു.